ശ്രീ സതീഷ് വസന്തിലേക്ക് വരികയാണ്. ശ്രീ സതീഷ് അവർ കൃത്യമായി തന്നെ അവർ ആവശ്യപ്പെടുന്നുണ്ട്, കുടിശ്ശികയല്ല തങ്ങളുടെ ആവശ്യം എന്നുള്ളത്. അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി അവർക്ക് മിനിമം വേതനം ഇതാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർധനവ്, ഓണറേറിയം വർദ്ധിപ്പിക്കുക. അവർ ഇത്രയധികം കൊല്ലം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തിരിച്ച് വിരമിക്കലിലേക്ക് എത്തുമ്പോൾ ഒരു തുക 5 ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒരു തുക അവർക്ക് നൽകുക. ഈ ആവശ്യങ്ങളിലാണ് നിൽക്കുന്നത്. ഈ വിരമിക്കൽ തുക മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് എടുക്കാവുന്ന വിഷയം തന്നെയല്ലേ? രോഹിണി, 100% ആ ഒരു പരിഗണനയ്ക്ക് എടുക്കേണ്ട ഒരു ആവശ്യമാണ്. നേരത്തെ പറഞ്ഞ ആശാ വർക്കർമാർ നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ രാജ്യത്തിന് അവർ ഒരു അത്യന്താപേക്ഷിതമുള്ള ഒരു വർക്കർമാരാണ്. ഞാൻ 100% പറയുന്നത്. അപ്പം ഞാനിത് പറയുന്നത് ഈ ഗവൺമെൻറ് നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുന്നത്, ഇപ്പം ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്നു. ആ കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് എവിടെയെന്ന് അതിൻ്റെ സോഴ്സൊന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് കൊടുക്കണം 100% കൊടുക്കണം. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യമന്ത്രി പറഞ്ഞിട്ട്, LDFന്റെ 28,000 കോടി രൂപ ടാക്സ് പിരിക്കാനുണ്ട് കേരളത്തിൽ. പിരിച്ചാൽ മതി സാറേ. അതിനുള്ള ഊർജ എന്താ പിരിക്കാത്തത്? അതിനുള്ള ബ്രൂവറി തുടങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട്, ബ്രൂവറി ഒയാസിസിനെ ഒക്കെ വിളിക്കുന്നതിന് മുമ്പായിട്ട് 28,000 കോടി പിരിക്കുക കേരളത്തില്. ഞാൻ പറഞ്ഞ സിന്ധുമോൾ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പിരിക്കാനുള്ള സംവിധാനത്തിലേക്ക് സിന്ധുമോളെ ഒരു കാര്യം എന്ന് വെച്ചാൽ, കോടതിയിലെല്ലാം സിന്ധുമോളും ഒക്കെ കോടതിയിൽ പോകണമല്ലോ, എത്ര സ്റ്റേകളൊക്കെ ഉണ്ട്. നമ്മളൊന്ന് പിരിക്കാൻ പോകുമ്പോഴേക്കും ഒരു സ്റ്റേ വരണം, അല്ലെങ്കിൽ വേറെ ഒരു സോഴ്സ് ചെയ്യുന്ന അതിനെ കുറച്ച് ഒന്ന് നിർത്തലാക്കണം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പിരിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് GST പിരിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നികുതി പിരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ടാക്സ് നിയമപരമായി പിരിക്കേണ്ട ടാക്സ് പിരിക്കണ്ടെന്ന് ഒരു കോടതിയും പറയില്ല. നികുതി നിയമപരമായിട്ട് കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്. അവർക്കൊരു സാവകാശം, ഞാൻ പറഞ്ഞ അവർക്കൊരു സാവകാശം കൊടുക്കുന്നതും അത് നിങ്ങൾ ആരാണ് പറയുന്നില്ലാന്ന് ഒരു സാവകാശം കൊടുക്കുള്ളൂ. സ്വാഭാവികമായി കൊടുക്കുന്ന എല്ലാ കോടതികളും കൊടുക്കുന്നതിന് സിന്ധുമോളെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, എന്തിനും ഏതിനും സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാതെ കേന്ദ്രത്തിൽ നിന്ന് സിന്ധുമോൾ എന്താ പറയുന്നത്? ഘടകങ്ങൾ എന്താ? ഇത് ഔദാര്യമാണോ? സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഫെഡറൽ നിങ്ങളെ മുമ്പ് ഒന്ന് യാചിക്കേണ്ട ആവശ്യമില്ല. കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടണം. എന്റെ സിന്ധുമോളെ, ഞാൻ ഒരു സിന്ധുമോളെ കേരളത്തിലല്ലേ ജീവിക്കുന്നത്. അല്ലല്ല, സിന്ധുമോൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ദേശീയപാത വികസനത്തിൽ ഉൾപ്പെടെ ഔദാര്യം കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ പോലെ നിങ്ങൾ വയനാടിനെ പറ്റി നിങ്ങൾ ഇത്രയും വലിയ ഒരു ദേശീയ ദുരന്തം പോലെ ഒരു പ്രധാനമന്ത്രി വന്നിട്ട് നോക്കിയിട്ട് 50 വർഷം പലിശയില്ലാതെ നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് 531 കോടി രൂപ തന്നിട്ട് 34 മാർച്ച് 31 അത് ചെലവഴിക്കുന്നതാണ് എവിടെ നടക്കണേ? ലോജിക്ക് വേണ്ടി ഞാൻ പറയട്ടെ, എന്റെ ചെലവഴിച്ച് തീർക്കണമെന്ന് നടക്കൂ. ഇവിടെ നിങ്ങളുടെ കയ്യിൽ, നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ പണം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ചൂരൽമലയിലെ ജനങ്ങൾക്ക് ഒരു രൂപ ചെലവാക്കാൻ നിങ്ങൾ കാര്യമുണ്ടല്ലോ? അവർക്ക് അങ്ങനെ പെൻഡിങ് ഒന്നുമില്ല. ഇപ്പം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസ ഇപ്പം 2 മാസത്തെ ഒരു പെൻഡിങ് മാത്രമേ ഉള്ളൂ. അവർക്ക് ഓണർ റേറ്റ് കൊടുക്കാനുള്ളത് നവംബർ ഡിസംബർ ജനുവരി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവംബർ ഡിസംബർ ജനുവരി, നവംബറിന്റെ പൈസ കൊടുത്തു കഴിഞ്ഞു. ഡിസംബർ ജനുവരി പൈസ വരുന്നുള്ളൂ. 2 മാസത്തെ ഓണർ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അവർക്ക് കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞത്, നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ 100 കോടി കിട്ടാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുടിശ്ശിക മാത്രമല്ല
നിങ്ങളെ ശമ്പള വർധനത്തിനും നമ്മൾ കൂടെ നിൽക്കുന്നല്ലോ. ഇല്ല, അവർ പറയും പോലെ ഒരു ശമ്പള വർധന ഔദാര്യം എവിടെയാണ്? നിങ്ങൾ ഔദാര്യം പറയുന്നത് വീണ ജോർജ് ഉൾപ്പെടെ അവരുടെ അവകാശമാണെന്ന്, അവരുടെ അവകാശമാണ്. കേന്ദ്രം കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്? കേന്ദ്രം ഇത്രയും തന്നിട്ടും കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇത് എവിടെയാണ് വകമാറ്റിയത്? നിങ്ങൾ ഒരു നിമിഷം ശ്രീമതി സിന്ധുമോൾ താങ്കളിലേക്ക് എത്താം. ഒരു നിമിഷം LDF പ്രതിനിധിയോട് ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ. ശ്രീ സതീഷ് വസന്ത്, ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം എന്ന് എപ്പോഴാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടിയും ഉണ്ടായില്ലല്ലോ. ഈ കുടിശ്ശിക നൽകാമെന്ന് പറഞ്ഞതല്ലാതെ ഇവരുടെ ഓണറേറിയം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രസ്താവനയും അനുകൂലമായി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓണറേറിയം കൂട്ടേണ്ടത് നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്യുന്ന ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവർ പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമ്മളെ സമരം അവസാനിപ്പിക്കുള്ളൂ എന്നാണ് നമ്മളെ ആശാ വർക്കർമാരെ സംഘടനാ നേതാക്കൾ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു സമയം വേണ്ടി, നമുക്കൊരു സമയം വന്ന് ഇതിപ്പം ആരോഗ്യമന്ത്രിക്ക് മാത്രമായിട്ട് എടുക്കാൻ പറ്റുന്ന സംവിധാനവും ധനകാര്യ ഇതിൽ നിന്ന് നമുക്ക് ഇത് വേണ്ടി, അവിടെ നിന്ന് അപ്രൂവൽ വേണ്ടി, അപ്പോൾ അവരെ ഒരു കൺസെൻറ്റും കൂടി വേണ്ടി. അപ്പം ഇത് ഇരുന്ന് സംസാരിച്ച് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ആ ഓണറേയും കൊടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് പെട്ടെന്ന് കൊടുക്കേണ്ടത് അവരെ കുടിശ്ശിക. ഇപ്പം മിനിമോൾ പറയുന്നു നമ്മൾ അതിനല്ല വന്നിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം പറ്റും, കുടുംബശ്രീക്കാർ ഇവിടെ ഇത്രയും പേര് കുടുംബശ്രീക്കാരുണ്ട്. ആ കുടുംബശ്രീക്കാരൊക്കെ അവരെ പ്രായം കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു എമൗണ്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നടക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്കറിഞ്ഞൂടാ. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഇതിൽ നിന്ന് വേറൊരു ഫണ്ട് ഉണ്ട്. ഇപ്പം സംസ്ഥാന ജീവനക്കാർക്ക് ഇപ്പം പെൻഷൻ കൊടുക്കാൻ പുതിയ ആൾക്കാർക്ക് പെൻഷൻ ഇല്ല, നിങ്ങൾക്കറിയാമല്ലോ. ആ ലെവലിലാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് LDF ഗവൺമെൻറ് ആയിരുന്നാലും LDFൻ്റെ എല്ലാ കക്ഷികളും പറയുന്ന ഒറ്റ കാര്യമുണ്ട്, ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ടതാണ്, അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മളൊന്ന് പരിശോധിച്ച് നമ്മൾ കൊടുക്കാതെ ഒന്നും ഇരിക്കില്ല. ശരി, പക്ഷേ അത് എത്ര നാൾ നീക്കി വയ്ക്കും എന്നുള്ളതാണ്. കാരണം അത്തരമൊരു ശുപാർശ ധനമന്ത്രാലയത്തിന് ഡിസംബറിൽ പോയതാണ്. പക്ഷേ ധനമന്ത്രാലയം ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. നേരത്തെ നമ്മളിപ്പോൾ PSC അംഗങ്ങളുടെ കാര്യം പറയരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പറയാണ്, താല്പര്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ധനമന്ത്രാലയം വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുന്നത് കാണുന്നുണ്ട്. 15 വർഷമായ വണ്ടി, ലക്ഷക്കണക്കിന് രൂപയുടെ ഇന്നോവ ക്രിസ്റ്റയൊക്കെ വാങ്ങിക്കാൻ ധനമന്ത്രാലയം ലക്ഷങ്ങൾ പാസ്സാക്കുന്നതൊക്കെ നമ്മളിവിടെ കണ്ടതാണ്. അതല്ല, നിങ്ങളത് രണ്ടായിട്ട് കാണുക. അതും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. 2016 അത് ജുഡീഷ്യൽ പേ കമ്മീഷൻ ഉണ്ട്. ആ ജുഡീഷ്യൽ പേ കമ്മീഷനിൽ കൊടുക്കണമെന്നുള്ള നിയമമുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ നിയമത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അത് 2016 കൊടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ 2025 ആയി.